ചങ്ങായിമാരെ, ഞാൻ ആദ്യം വിചാരിച്ചേ ഈ സിമെന്റ് ചാക്ക് ചെലുക്ക് ഈ പഴയ ചാക്കയിലൂടെ കൊണ്ടുപോയിട്ട് കുഴച്ച് ചൂടാക്കിയാണ്ട് ബിരിയാണി വെക്കുകയാണ്. ആ, അങ്ങനെ ബിരിയാണി വെക്കണ മാതിരിത്തനുണ്ട് സംഭവം. ഇതൊക്കെ കുഴച്ച് വേവിച്ച് എല്ലാം കൂടി ആണ്ട് നോക്കി അതിങ്ങനെ ഇളക്കി മറിച്ച് കത്തിച്ച് ശരിക്കിപ്പോൾ ഒരു ബിരിയാണി മാരിങ്ങാണ്ട് ഇളക്കുമ്പോൾ നോക്കേണ്ടി ആടാ ബിരിയാണി റെഡി ആയി വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ശരിക്കും എൻ്റെ മസാല ഒക്കെ കണ്ടത് നല്ല മിക്സ് ആയിക്കണം. അപ്പോഴാണ് നോക്കുമ്പോൾ മനസ്സിലായത് അതല്ല സംഭവം. അങ്ങനെ അതാണ് ഞാൻ ഇട്ടുകാണ്ട് ഇത് പൊടി പാട്ടി കുഴച്ച മാതിരി കുഴച്ചുണ്ടാക്കുകയാണ്. ഇനി ആ റോള് വലിയ പത്തിരിൻ്റെ റോള് കൊടുത്തിട്ടേ അതുകൊണ്ടാ പത്തിരിയാക്കിയാണ് പരത്തും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പത്തിരി അരുത്തുകയാണ് ഇത്. അങ്ങനെ പത്തിരി ആക്കിയാണ്ട് എടുത്ത് നോക്കുമ്പോൾ പിന്നെ അത് ഒന്നുകൂടി ചൂടാക്കിയാണ് ഉണക്കിയിട്ട് മുറിച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ആകെ പൊട്ടിച്ച് കണ്ടാക്കിയിട്ട് അതെല്ലാം കൂടി അതാ പിന്നെ എന്തൊക്കെ കാട്ടണം ഒരു ഹലാക്കിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് അതെല്ലാം കൂടി പൊടിച്ച് അതൊരു മിക്സറാക്കിയാണ്ട് രണ്ടാമത് ഇതങ്ങോട്ടേനെ ഇറക്കിയിരുന്നു. ആ സാധനം ഓരോരോ മെഷീനറികൾ ഉണ്ടെങ്കിൽ ഏത് സാധനം കൊണ്ട് എന്തും നടക്കും. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ചാക്കിലാക്കി നെല്ലുകൊണ്ടാണ് അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നെല്ലുത്താട്ടണ മരുന്ന് ആ മെഷീനിലിട്ടിട്ടുണ്ട്. ഇനി അതിക്ക് കുറച്ച് കളറും കൂടിയാണ് പാലുകാണ്ടില്ലേ അതാണ് കൊണ്ടുപോയി പാർന്നിട്ട് അതൊരു വേറൊരു കളറാക്കിയിട്ട് അത് കുഴച്ചങ്ങാണ്ട് രണ്ടാമത് എടുത്തപ്പോൾ ആഹാ പേർച്ചപ്പൊടി മാതിരിയായി. ഇനി അത് കെട്ടിക്കാണ്ട് കൊണ്ടുപോയിട്ട് അടുത്ത ഇതിൽ പിന്നെയും കൊണ്ടുപോയാണ്ട് ഇട്ടേനാണ്. അതുകൊണ്ടില്ലേ ഇനി അതിൽ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താപ്പോൾ അത് മുതലെന്ന് വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. ഓരോരോ മെഷീനറികളുണ്ട് ഇറങ്ങിയാലേ ഇനി അതിപ്പോൾ അതുകൊണ്ടുണ്ട് ആക്കിയാണ് വരുന്ന സാധനങ്ങൾ കണ്ടിട്ട് ഇല്ലാണ്ടൊക്കെയാണ് നല്ല കസാല. ഇതാണിപ്പോൾ ഇവിടെ ഈ ആദായ വിൽപ്പനയിൽ 200 രൂപ കസാലൊക്കെ വിൽക്കണ്ടേക്കാരം. ആ ജാതി ക്വാളിറ്റി ഇപ്പോൾ ഇതിനുണ്ടാവുള്ളൂ. എന്താപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ജഗ പുകയ്ക്ക് കണ്ടില്ലേ ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഏത് കച്ചറ കിട്ടിയാലും അതുകൊണ്ടൊക്കെ പല ജാതി